ഹായ്, നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുമ്പ് എന്ന സീരിയലിലെ അലീനയുടെയും മണിശങ്കറിൻ്റെയും ഇന്നത്തെ ഒരു കിടിലൻ കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ വൈജയന്തിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വന്നിട്ട് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം നമ്മുടെ വൈജയോട് ബാലചന്ദ്രൻ ഒരു ചോദ്യം ചോദിക്കുന്നു. നീ എത്ര മക്കൾ പ്രസവിച്ചിട്ടുണ്ട് വൈജയെന്ന് ചോദിക്കുന്നു. അത് കേട്ട പാടെ നമ്മുടെ വൈജയന്തി ഞെട്ടി നിൽക്കുകയാണ്. പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു ചോദ്യം എന്ന് കരുതി വൈജയന്തി പേടിച്ചു. കുറച്ച് നേരത്തിന് ശേഷം വൈജയന്തി പറയുന്നു, എനിക്ക് 3 മക്കളെ ഞാൻ പ്രസവിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. അങ്ങനെ അവരുടെ സംഭാഷണമൊക്കെ കഴിഞ്ഞ് ബാലേന്ദ്രൻ റൂമിന് പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം ശിവനും രാജീവനും അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ അവരോട് ബാലേന്ദ്രൻ പറയുന്നത്, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. എന്താ ബാലേന്ദ്രൻ പറഞ്ഞോ എന്ന് പറയും. അപ്പം നമ്മുടെ ബാലേന്ദ്രൻ പറയാണ്, ഞാൻ നിങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ 9 ലക്ഷം രൂപയ്ക്ക് ചിലവാക്കിയിട്ടുണ്ട്. എനിക്ക് ആ കാശ് തിരിച്ചു തരണമെന്ന് പറയും. കാശ് തിരിച്ചു തരാനോ? അത് നിൻ്റെ ഭാര്യയില്ലേ? നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചിലവാക്കിയ കാശ് നീ തിരിച്ചു മേടിക്കുന്നതെന്ന് ചോദിക്കും. പറയാം, അവൾ എൻ്റെ ഭാര്യ ആയിരുന്നെങ്കിൽ അവൾ എൻ്റെ വീട്ടിൽ കാണുമായിരുന്നു. പാതിരാത്രി 2 മണിക്ക് എന്നോട് ചോദിക്കാതെ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് പോയി അവൾക്ക് വേണ്ടി ഞാൻ എന്തിന് ഇത്രയും കാശ് ചിലവാക്കണം എന്ന് ചോദിച്ചു. കണക്കും പ്രകാരം അവൾ വീട്ടിൽ നിന്ന് 2 മണിക്ക് ഇറങ്ങിപ്പോയി കൊല്ലപ്പള്ളി വീട്ടിൻ്റെ അടുത്ത ജംഗ്ഷനിൽ വെച്ച് അവൾക്ക് അപകടം നടക്കുന്നത്. അപ്പം നിങ്ങളുടെ സഹോദരിക്ക് വേണ്ടി നിങ്ങൾ വേണം കാശ് ചിലവാക്കാൻ. പിന്നെ എൻ്റെ പെങ്ങന്മാർ തന്നെ ഇത്രയും ദിവസം ഇവിടെ കൂട്ടുനിന്നതും പിന്നെ വയ്യാത്ത ഞാനും ഇവിടെ വന്ന് സുഖവിവരങ്ങൾ അന്വേഷിച്ചു. ഇതിനൊക്കെ എനിക്ക് തിരിച്ച് കാശ് കിട്ടണമെന്ന് പറയും. അപ്പം നമ്മുടെ രാജീവ് പറയും, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ചിലവാക്കി കാശ് തിരിച്ചു ചോദിക്കുന്നത് നാട്ടുനടപ്പാണെന്ന് ചോദിക്കും. നാട്ടുനടപ്പിനെ കുറിച്ചൊന്നും നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് നമ്മുടെ ബാലേന്ദ്രൻ പറയാണ്. നിങ്ങൾക്ക് കാശ് തരാൻ പറ്റത്തില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെങ്ങളടുത്ത് കാശ് തരാൻ പറയും. അവളെ ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസും കാശും ഒക്കെ ഉണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ലെങ്കിൽ അവൾ തിരിച്ചു തരണമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ശിവനും രാജീവനും ഇങ്ങനെ പരസ്പരം നോക്കുവാണ്. നമ്മുടെ ബാലേന്ദ്രൻ പറയാം, നിങ്ങൾ എന്നോട് കാണിച്ചു വെച്ച ചതിക്കുന്ന ഞാൻ ഇത്രയെങ്കിലും തിരിച്ചു തരണമെന്ന് പറയും. ഞങ്ങൾ എന്ത് ചെയ്തെന്ന് ചെയ്തത് അറിയത്തില്ലയോ? വിവാഹത്തിന് മുമ്പ് ഒന്ന് പ്രസവിച്ച സ്വന്തം പെങ്ങളെ മറ്റൊരുത്തൻ്റെ തലയെ കെട്ടിവെച്ചിട്ട് വലിയ വീരവാദം പറയുന്നു. നിലമറന്ന് സംസാരിക്കരുത് ബാലേന്ദ്ര എന്ന് നമ്മുടെ ശിവൻ ചോദിക്കുന്നു. നിലമറന്ന് ഞാൻ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വൈജയ വിവാഹാലോചിച്ച് വരുമ്പം കൊല്ലപ്പള്ളിക്കാരെക്കാട്ടിലും ഒരുപടി മുന്നിലായിരുന്നു ബാലേന്ദ്രൻ്റെ സ്ഥാനമെന്ന് പറയും. ഞാൻ അവളെ കാണാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവൾ എനിക്ക് എതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന്. വക്കീൽ നോട്ടീസും കാത്തിരിക്കുന്ന അവൾക്ക് വേണ്ടി ഇത്രയും കാശ് ചിലവാക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാന്ന് ചോദിക്കും. അവൾ ഡിസ്ചാർജ് ചെയ്ത് അവൾ ബാലേന്ദ്രൻ്റെ ഭാര്യയായിട്ട് കടപ്പാട്ടൂർ വീട്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാശ് നിങ്ങൾക്ക് തിരിച്ച് റീഫണ്ട് ചെയ്ത് തരാം. അതല്ലാതെ കൊല്ലപ്പള്ളിയിലോട്ട് നിങ്ങളുടെ സ്വന്തം പെങ്ങളായിട്ട് അവൾ വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് കാശ് തിരിച്ചു തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പം നമ്മുടെ രാജീവൻ പറയും, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് ഒത്തുതീർപ്പാക്കാമെന്ന് കരുതിയിരിക്കുമ്പോൾ പിന്നെയും ഇത് വഷളായിക്കൊണ്ടിരിക്കുകയെന്ന് പറയും. അവൾ ഹോസ്പിറ്റലിൽ ഞാൻ അവളെ കാണാൻ പോയപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു, നീ എത്ര മക്കളെ പ്രസവിച്ചിട്ടുണ്ട് വൈകിയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞൊരു മറുപടിയാണ്, 3 മക്കളെ പ്രസവിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് അവളെ നിർത്തി അവളെ തൊലി ഉരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ എനിക്കൊരവസരം വരും, ആ സമയത്ത് ഞാൻ അവളെ നിർത്തി തൊലി ഉരിക്കുമെന്ന് പറയും. നമ്മൾ ശിവൻ ചോദിക്കും, എന്തിനാ ബാലേന്ദ്ര പിന്നെയും നീ ഇത്രയും പകയോടുകൂടി പെരുമാറുന്നതെന്ന് പറയും. പക എൻ്റെ മനസ്സിൽ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കനലാണ് എന്ന് പറയും. അങ്ങനെ ഇവരുടെ സംസാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാലേന്ദ്രൻ വീട്ടിലോട്ട് വന്നിട്ട് നമ്മുടെ ബബിതയോട് വിളിച്ച് സംസാരിക്കുവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കൊല്ലപ്പള്ളിയിലെ ജീവിതമൊക്കെ? ഇപ്പോൾ അനങ്ങുന്നില്ല. നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിയോ ബബിതയെ, സ്വന്തം വീട്ടിൽ കിട്ടുന്ന സുഖവും സൗകര്യമൊന്നും മറ്റൊരിടത്ത് പോയാലും കിട്ടത്തില്ല. അത് മനസ്സിലാക്കി ജീവിച്ചാൽ നിനക്ക് ലോകത്തിനും കൊള്ളാം. അതെല്ലാം നിൻ്റെ അമ്മയുടെയും അമ്മാവന്മാരും പറയുന്നതിൻ്റെ പുറമേ പോയി കഴിഞ്ഞാൽ അതുവഴി പൊയ്ക്കോളണമെന്ന് പറഞ്ഞ് നമ്മുടെ ബബിതയെ പറഞ്ഞൊന്ന് പീഡിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബബിത റൂമിലിരുന്ന് ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അലീന അങ്ങോട്ട് വന്നിട്ട് ബബിതയ്ക്ക് ജ്യൂസ് കൊടുക്കുകയാണ്. ജ്യൂസ് കൊടുക്കുമ്പോൾ ബബിത പറയുന്നത്, എനിക്ക് വേണ്ട. അപ്പം നമ്മുടെ അലീന പറയുന്നത്, ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് പറയും. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്, നീ ഉണ്ടാക്കിയ ഒരു ഭക്ഷണം എനിക്ക് വേണ്ട. ഇവിടെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം തന്നെ കഴിക്കേണ്ടി വരുമെന്ന് പറയും. അപ്പം ബബിത പറയും, നിന്നോട് വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ തട്ട് കൊടുക്കും. അപ്പോൾ ജ്യൂസെല്ലാം കൂടി താഴെ വീഴും. ശബ്ദം കേട്ട് നമ്മുടെ കൃഷ്ണ ഓടി വരും. നമ്മുടെ ബാലേന്ദ്രൻ അപ്പുറത്ത് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാലേന്ദ്രൻ ഓടി വന്ന് ബബിതയെ അടിക്കാനായിട്ട് കൈ പൊക്കുമ്പോഴത്തേക്ക് ഉടനെ അടി വീണെന്ന ലക്ഷണത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് അലീന പറയും, അയ്യോ വേണ്ട അച്ഛാ എന്ന് പറയും. ബബിതയെ നീ കാണിച്ചു. നമ്മുടെ ബബിതയെ പേടിച്ചു പോകും പെട്ടെന്ന്. അപ്പം ബാലേന്ദ്രൻ അത്രയ്ക്കങ്ങ് രൂക്ഷമായിട്ടാണ് വരുന്നത്. അപ്പം ബാലേന്ദ്രൻ പറയും, ബബിതയെ നീ ഈ കാണിച്ചു കൂട്ടിയതിന് നിൻ്റെ കരണം അടിച്ച് പൊളിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നിൻ്റെയൊന്നും വേലക്കാരിയല്ല അലീന, നിനക്കൊക്കെ പറയുന്നതെന്ന് വെച്ചുണ്ടാക്കി തരാം. നിനക്കൊക്കെ സമയത്തിന് ആഹാരം ഉണ്ടാക്കി തരുന്ന അവളുടെ നന്മ, അവളെ എൻ്റെ മകളാണ്. അതുകൊണ്ട് നാളെ തൊട്ട് നിനക്കൊക്കെ വേണ്ട ഭക്ഷണം നീ അടുക്കളയിൽ കയറി സ്വയം ഉണ്ടാക്കി കഴിച്ചോണം. അതല്ലെന്നുണ്ടെങ്കിൽ അവളുടെ കൂടെ സഹായത്തിന്
ഇതിന് ചെയ്തു കൊടുക്കണം. അല്ലാതെ നീയൊക്കെ ഇരിക്കുന്ന അന്തപുരത്തിലോട്ട് അവൾ ഭക്ഷണം കൊണ്ട് വരുത്തില്ലെന്ന് പറയും. അച്ഛൻ ചോദിക്കണം, അതെ അച്ഛനാണെന്നുള്ള ഓർമ്മയുണ്ടല്ലോ, ആ ഓർമ്മയോടുകൂടി പെരുമാറണമെന്ന് പറയും. അവൾ എൻ്റെ മകളാണ്, ആ രീതിയിൽ അവളോട് പെരുമാറണമെന്ന് പറഞ്ഞ് നമ്മുടെ ബബിതയെ പേടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ബബിത പറഞ്ഞത് അബദ്ധമായി പോയി. തൊട്ട് അടുക്കളയിൽ കയറി ജോലിയും ചെയ്യണം. അതിനുശേഷം നമ്മുടെ മനുശങ്കർ അലീന പറഞ്ഞ പ്രകാരം ഫിഷുമൊക്കെ ആയിട്ട് വീട്ടിലോട്ട് വരികയാണ്. ആ മനുവേട്ടൻ ഫിഷൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. നീ പറഞ്ഞ് കോളേജ് സ്റ്റോറിയിൽ നിന്ന് ഞാൻ ഫിഷൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ അവിടെ, രോഹിത്തും ബബിതയും. അങ്ങനെ നമ്മുടെ അലീന അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നിട്ട് എല്ലാവരും വിളിക്കും. പക്ഷെ നമ്മുടെ ബബിത രോഹിത്തും വരത്തില്ല. ബാലേന്ദ്രൻ പറയും വേണ്ട, ആരെയും നിർബന്ധിക്കേണ്ട, ആവശ്യമുള്ളവർ വന്ന് കഴിക്കട്ടെന്ന് പറയും. അങ്ങനെ നമ്മുടെ മനുശങ്കറും ബാലചന്ദ്രനും കൃഷ്ണയും എല്ലാവരും കഴിക്കും. അങ്ങനെ അലീനയും കൂടി പറയും നീ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞ് എല്ലാവരും ചേർന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മുടെ അലീന പുറത്ത് കുറച്ച് പണിയൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യൻ വന്ന് ചോദിക്കും, നിനക്ക് പുറത്തെ പണിയും ഉണ്ടോ? അകത്തെ പണിയും കുറച്ച് തീർന്നു മനുവേട്ടാ, ഇനി കുറച്ച് പണിയും കൂടിയൊക്കെ ചെയ്യാമെന്ന് പറയും. ചോദിക്കുക എന്താ ചോദിക്കുക, എന്ത് പറ്റി മനുവേട്ടന് ഇനി പതിവില്ല എന്താ ഇങ്ങോട്ട് വന്നേ ചോദിക്കും. ഞാൻ ഒരാളെ കാണാൻ വന്നേ. ആരെ കാണാൻ? അത് നിനക്കറിയത്തില്ലേ? വേണ്ട മനുവേട്ടാ കേട്ടോ, മനുവേട്ട തമാശ ഇച്ചിരി കൂടുന്നുണ്ടെന്നൊക്കെ പറയും. എന്ത് തമാശ? ഞാൻ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ എനിക്കറിയത്തില്ലായിരുന്നല്ലോ നീ എൻ്റെ ആൻറ്റിയുടെ മോളാന്നുള്ളത്. ഇപ്പം എനിക്കെന്തായാലും ആ ധൈര്യത്തോട് ഇവിടെ വരാം, കാരണം നീ എൻ്റെ ആൻറ്റിയുടെ മോളാണ്, നീ എൻ്റെ മുറപ്പെണ്ണാണ് എന്നൊക്കെ പറയും. മനുവേട്ടാ മതി എന്നൊക്കെ പറയും. അങ്ങനെ അവർ തമ്മിലുള്ള ചെറിയൊരു പ്രണയസല്ലാപമൊക്കെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പെട്ടെന്ന് ശങ്കർ പറയും ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാണ്. അപ്പം നമ്മുടെ അലീന പറയും എനിക്കറിയാൻ മനുവേട്ടാ, ഞാൻ ആരും ഇല്ലാതെ ഇവിടെ വന്നതല്ലേ, എനിക്ക് ആരുമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന ഒരു വിഷമത്തോട് സംസാരിക്കുവാണ്. നിനക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞ്? നിനക്കിപ്പം നിൻ്റെ അമ്മയെ കിട്ടി, നിൻ്റെ അച്ഛനുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്, നീ സങ്കടപ്പെടാതെ എന്നൊക്കെ പറയും. അങ്ങനെ അവർ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇന്നത്തെ അവസാനത്തെ രംഗം. അപ്പം നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ കഥ എല്ലാവരും കേൾക്കണം, എല്ലാവരും വരുന്ന എപ്പിസോഡിലെല്ലാം കാണണം. അപ്പം തുടർന്നുള്ള കഥയുമായി നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.